2/3 of a certain distance was covered at a speed of 45 km/h. അപ്പോൾ നമുക്കതൊന്ന് എഴുതി പോവാം. ആദ്യം തന്നെ ഡിസ്റ്റൻസിനെ അവർ ഒരു ഫ്രാക്ഷൻ ഫോംസിലാണ് പറഞ്ഞേക്കുന്നത് എന്ന് പറയാം. അപ്പം അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ പറയുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2/3 ആണ് പറയുന്നത്. സോ 2/3. ആ ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്യുന്ന സ്പീഡ് എന്ന് പറയുന്നത് 45 എന്നാണ് കൊടുത്തേക്കുന്നത്. സോ ആ ഒരു സ്പീഡ് കൂടി നമുക്ക് ഇതിന്റെ കൂടെ തന്നെ എഴുതിപ്പോം. സോ ആ ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്യുന്ന സ്പീഡ് 45 km/h ആണ്. യൂണിറ്റ് km/h. ഇനി അടുത്ത പറയുന്നത് 1/4. ഓക്കെ, 1/4 ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നത് 60 km/h ആൻഡ് ദ റെസ്റ്റ് അറ്റ് ദ സ്പീഡ് ഓഫ് 75 km/h. അപ്പോൾ റെസ്റ്റ് എന്ന് പറയുന്നത് ബാക്കി എത്ര ഉണ്ടായിരിക്കും? അപ്പൊ 2/3 വന്നു, 1/4 വന്നു. ഇനി ബാക്കി എത്ര എന്ന് നോക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? 1-ൽ നിന്ന് ആ 2/3യും അതേപോലെ തന്നെ നമ്മൾ ആ 1/4 കൂടി നിന്ന് പ്ലസ് ചെയ്തിട്ട് മൈനസ് ചെയ്താൽ മാത്രം മതി. സോ 2/3 പ്ലസ് 1/4 നമുക്കത് ക്രോസ് ചെയ്തെടുക്കുമ്പോൾ എത്ര വരും? 2 × 4 8, 3 × 1 3, 8 + 3 11/3 × 4 12 എന്ന് വരും. സോ നമ്മൾ 1-ൽ നിന്ന് 11/12 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എത്ര വരും? 1/12 ബാക്കി വരും. 11/12 11 ഉണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ളത് എത്ര ആയിരിക്കും? 12 1 ആയിരിക്കും ബാക്കിയുള്ളത്. സോ അങ്ങനെയാണെങ്കിൽ റെസ്റ്റ് എന്ന് പറഞ്ഞേക്കുന്ന ആ പോർഷൻ 1/12 ആണ്. ഇനി നമുക്ക് ഇതിനെ ഇങ്ങനെ വെച്ച് സോൾവ് ചെയ്താൽ ഡിഫിക്കൽട്ട് ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം? ഈ ഒരു ഡിസ്റ്റൻസിനെ റേഷ്യോയിലേക്ക്, ഓൾറെഡി റേഷ്യോയിലാണ് കൊടുത്തേക്കുന്നത് എന്ന് തന്നെ പറയാം. ആ റേഷ്യോനെ കുറച്ചുകൂടി സിമ്പിൾ ഫോമിലേക്ക് കൊണ്ടുവരാം. ബിക്കോസ് അങ്ങനെ ഫ്രാക്ഷൻ ഫോമിൽ അത് കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആവാൻ സാധ്യതയുണ്ട്. സോ നമുക്ക് അതിനെ ഫ്രാക്ഷൻ ഫോമിലേക്ക് എടുക്കാം. ഫ്രാക്ഷൻ ഫോമിലേക്ക് എടുക്കുകയാണെങ്കിൽ ഇവ നമുക്ക് ഇതിനെ ഇങ്ങനെ തന്നെ കീപ്പ് ചെയ്ത് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ബട്ട് സ്റ്റിൽ നമുക്ക് അത് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി ഞാൻ അതിനെ നമ്മുടെ റേഷ്യോ ഫോമിലേക്ക് കൊണ്ടുപോകാം. സോ ഇതിനെ ഒന്ന് സിമ്പിൾ ആക്കാൻ വേണ്ടി നിങ്ങൾക്ക് കാണാൻ പറ്റും. താഴെ 3-ഉം 4-ഉം 12-ഉം ആണ് കൊടുത്തേക്കുന്നത്. സോ അത് മൂന്നും നമുക്ക് പെട്ടെന്ന് റേഷ്യോയിലേക്ക് ആക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഡിനോമിനേറ്ററിനെ ഒക്കെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി നമുക്ക് എല്ലാം 12-ന്റെ തന്നെ ഫാക്ടേഴ്സ് ആണ് 3-ഉം 4-ഉം. സോ എല്ലാ ഫ്രാക്ഷൻസിനെയും 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഇവിടെ ഇൻറ്റു 12, അതുപോലെ തന്നെ ഇവിടെയും ഇൻറ്റു 12 ആൻഡ് ഇവിടെയും ഇൻറ്റു 12. സോ അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് 12-ഉം 12-ഉം ക്യാൻസൽ ആയിട്ട് നമുക്ക് ഇവിടെ 1 എന്നായിരിക്കും വരുന്നത്. ഇവിടുന്ന് 4-ഉം 12-ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ 3 എന്ന് വരും. ആൻഡ് നമുക്ക് ഇവിടുന്ന് 3-ഉം 12-ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ 4 എന്ന് വരും. 2 × 4 നമുക്ക് ഇവിടെ 8 എന്ന് വരും. അപ്പോൾ നോക്കിയാൽ നമുക്ക് ഡിസ്റ്റൻസിന്റെ റേഷ്യോ അറിയാം, സ്പീഡ് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി എന്ത് ചെയ്യാം? നമ്മുടെ ആ ഒരു ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാം. സോ ആവറേജ് സ്പീഡ്, അപ്പോൾ ഇതുവരെയും നമ്മുടെ കാൽക്കുലേഷൻ ആക്ച്വലി സിമ്പിൾ ആണ്. ഇനിയാണ് കാൽക്കുലേഷൻ കോംപ്ലിക്കേറ്റ് ആവാൻ പോകുന്നത്. ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ആണ്, അല്ലെങ്കിൽ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ ആണ് നമ്മുടെ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം, അല്ലെങ്കിൽ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് തൽക്കാലം ഇവിടെ ഒറിജിനൽ വാല്യൂസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് റേഷ്യോ തന്നെ എടുത്താൽ മതി. സോ അതും പലർക്കും ഡൗട്ട് വരും, റേഷ്യോ എടുക്കാൻ പറ്റുമോ എന്നുള്ളത്. റേഷ്യോ തന്നെ എടുത്താൽ മതി. ബിക്കോസ് റേഷ്യോ അല്ലെങ്കിലും അതിലൊരു കോമൺ വാല്യൂ എന്തായാലും മേളിൽ നിന്ന് താഴെ നിന്ന് ക്യാൻസൽ ആകാനാണ് പോകുന്നത്. അതുകൊണ്ട് റേഷ്യോ തന്നെ എടുത്തെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ഇനി ടോട്ടൽ ടൈം എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ടൈം അറിയത്തില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എന്ന് എടുക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് മേളിലും ഡിസ്റ്റൻസ് ഉണ്ട്, താഴെയും ഡിസ്റ്റൻസ് ഉണ്ടായതുകൊണ്ട് തന്നെ ആ ഡിസ്റ്റൻസിൽ ഒരു കോമൺ വാല്യൂ എന്ത് ചെയ്യും? ക്യാൻസൽ ആയി പോകും. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോ സ്ഥലത്തെ ഡിസ്റ്റൻസ് എടുക്കാം. ആദ്യത്തെ ഡിസ്റ്റൻസിന്റെ റേഷ്യോ 8 ആണ്, ബൈ അവിടുത്തെ സ്പീഡ് 45. അടുത്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 3 ആണ്, ബൈ അവിടുത്തെ സ്പീഡ് എന്ന് പറയുന്നത് 60 ആണ്, പ്ലസ് അടുത്ത ഡിസ്റ്റൻസ് നമുക്ക് 1 ആണ്, ബൈ 75. അപ്പോൾ നോക്കിയാൽ ഇവിടെയും നമ്മുടെ ആ ഡിസ്റ്റൻസ് ആണ് വരുന്നത്, ഇവിടെയും ഡിസ്റ്റൻസ് ആണ് വരുന്നത്. സോ ഇതിന്റെ കൂടെ ഒരു കോമൺ വാല്യൂ ഉണ്ടായിരിക്കും, ഒരു കോൺസ്റ്റന്റ് ആണ്. ആ കോൺസ്റ്റന്റ് ആക്ച്വലി മേളിലും താഴെ നിന്ന് ക്യാൻസൽ ആയി പോകും. അതുകൊണ്ട് തന്നെയാണ് ഡിസ്റ്റൻസിന് റിയൽ വാല്യൂ ഇല്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ എടുക്കാൻ പറ്റും. ഇനി ഇതിന്റെ കാൽക്കുലേഷൻ ആണ് ആക്ച്വലി കോംപ്ലിക്കേറ്റ് ആവാൻ പോകുന്നത്. സോ ഇതിനെ എങ്ങനെ പെട്ടെന്ന് എടുക്കാം എന്നുള്ളത് നോക്കാം. അപ്പോൾ ആസ് യൂഷ്വൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, അല്ലെങ്കിൽ നേരത്തെ പലതവണ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ വളരെ അടുത്താണ് ഓപ്ഷൻസ് ഒരുപാട് അടുത്തുള്ള ഓപ്ഷൻസ് കൊടുത്തേക്കുന്നത്. എന്നാലും അത്യാവശ്യം കുറച്ചൊക്കെ വളരെ ചെറിയ ഗ്യാപ്സേ ഉള്ളൂ. പക്ഷേ നമുക്കവിടെ ഇതിനെ പ്രോപ്പർലി സോൾവ് ചെയ്താൽ ആൻസർ കിട്ടാൻ ഒരുപാട് സമയം എടുക്കും. ഓൾറെഡി നമ്മളിപ്പോൾ കുറേ സമയം ഈ റേഷ്യോസും ഇങ്ങനെയുള്ള കാര്യങ്ങൾ സിംപ്ലിഫൈ ചെയ്യാൻ പോയി. ഇനി ഇതിന്റെ കാൽക്കുലേഷൻ നമുക്ക് എങ്ങനെയായാലും 1 മിനിറ്റ് കൂടുതൽ എടുക്കാൻ സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇതിനെ ഏറ്റവും പെട്ടെന്ന് നിങ്ങൾ സോൾവ് ചെയ്യാം. സോ 8, 3, 1 പ്ലസ് ചെയ്ത് എത്ര വരും? 12 എന്ന് വരും. ഇനി താഴെയുള്ള വാല്യൂസിനെ വളരെ റഫായിട്ടൊന്ന് ഡിവൈഡ് ചെയ്യുക. ഒരുപാട് എക്സാക്ട്ലി സൈഡിൽ പോയി ഡിവൈഡ് ചെയ്യില്ല, ജസ്റ്റ് ഒന്ന് റഫായിട്ട് തന്നെ എടുത്തു പോകാം. ഇപ്പോൾ 8/45 എന്ന് പറയുമ്പോൾ 8/48 ആയിരുന്നെങ്കിൽ, അത് 8/48 ആണെങ്കിൽ അത് 1/6 എന്ന് വന്നേനെ. 1/6 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 16.66 ആണ്. അതിൻ്റെ അത് 8/40 ആയിരുന്നെങ്കിൽ 1/5 എന്ന് വന്നു കഴിഞ്ഞാൽ അത് 20 അടുപ്പിച്ച് വരും. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടുകൂടി ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ നമുക്കിത് വലിയ ഡിഫറൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്കിതിനെ 8നെ 45 കൊണ്ട് നമ്മളൊന്ന് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം നമുക്കത് വരാൻ പോകുന്നത് 0.19 അല്ലെങ്കിൽ 18 അടുപ്പിച്ചുള്ള ഒരു വാല്യൂ ആയിരിക്കും നമുക്ക് അവിടെ നിന്ന് വരുന്നത്. അപ്പോൾ നമുക്ക് അതിനെ 0.19 ഒരു ആംഗിളിൽ എടുക്കാം.
പ്ലസ് അടുത്ത 3/20 എന്ന് പറയുമ്പോൾ നമുക്ക് അത് ക്യാൻസൽ ചെയ്യുമ്പോൾ 1/12 എന്ന് വരും. ആൻഡ് അഗെയിൻ 1/12 എന്ന് പറഞ്ഞാൽ നമുക്ക് അത് നമുക്കത് 1/20 എന്നായിരിക്കും നമുക്കത് വരുന്നത്. ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് 1/20 എന്ന് വരും. അപ്പോൾ 1/20 എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ 100 എന്ന് എടുത്താൽ പോലും നമ്മുടെ ഒരു ഡിവൈഡ് ചെയ്യുമ്പോൾ ഏകദേശം ആൻസർ അവിടെ വരും 0.05 എന്ന് വരും. പ്ലസ് അടുത്തത് 1/75, അതിന്റെ ആൻസറും അഗെയിൻ വളരെ ചെറിയൊരു വാല്യൂ ആയിരിക്കും, 0.01 സംതിങ് ആയിരിക്കും വരാൻ പോകുന്നത്. സോ നമ്മൾ ഇതെല്ലാം കൂടി ഒന്ന് റഫ് ആയിട്ടൊന്ന് നോക്കുവാണെങ്കിൽ ഓക്കെ, ഇതെല്ലാം കൂടി നമുക്ക് 1 സംതിങ് ആയിരിക്കും വരാൻ പോകുന്നത്. ഇവിടെ നമുക്കത് 0.19 കാണത്തില്ല, 0.18 ഒക്കെ കാണത്തുള്ളൂ, 1819 അടുപ്പിച്ചൊരു വാല്യൂ ആയിരിക്കും. സോ ഏകദേശം റഫ് ആയിട്ട് എടുത്താൽ മതി, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. സോ ഇതൊന്നും നമ്മൾ ഇനി ഒന്ന് പ്ലസ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും 12 നമ്മുടെ താഴെ വരുന്ന വാല്യൂസ് എല്ലാം കൂടി ചെക്ക് ചെയ്യുകയാണെങ്കിൽ 0.18ഉം 0.05 കൂടി 18ഉം 5 കൂടി പ്ലസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കവിടെ ഏകദേശം ഒരു 23 വരുന്നുണ്ട്, ഇവിടുന്ന് ഒരു 24 വരുന്നുണ്ട്. സോ റഫ്ലി അറൌണ്ട് 25 വരുന്നുണ്ട്, 0.25 അടുപ്പിച്ച് വരുന്നുണ്ട്. ഓക്കെ, സോ 0.25. അപ്പോൾ 12നെ 0.25 അല്ലെങ്കിൽ 24 ആണ് അവിടെ ഇപ്പം വരുന്നത്. 24 തന്നെ എടുക്കാം, കൺഫ്യൂഷൻ ഉണ്ടാവേണ്ട. 5 എടുത്താലും കുഴപ്പമില്ല, നിങ്ങൾക്ക് അവിടെ 25 എടുത്ത് ആക്ച്വലി കുറച്ചുകൂടി പെട്ടെന്ന് കാണാൻ പറ്റും ആൻസർ. അപ്പോൾ 0.24 എടുത്തു കഴിഞ്ഞാൽ ഇനി ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പോലെ എന്ത് ചെയ്യുക, ജസ്റ്റ് താഴത്തെ വാല്യൂവിനെ എന്തിലേക്ക് എത്തിക്കുക, 1ലേക്ക് എത്തിക്കുക. താഴത്തെ വാല്യൂവിനെ 1ലേക്ക് എത്തിക്കാൻ എന്ത് ചെയ്താൽ മതി, 0.25 ആയിരുന്നെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്, 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്. സോ ഇപ്പോഴും എന്ത് ചെയ്യുക, 4 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് 0.24 എന്ന് പറയുന്നത് 25ന്റെ അടുത്താണ്, അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ 12നെ നമ്മൾ എന്ത് ചെയ്യുക, 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് 12 into 4 എത്ര വരും, 48 എന്ന് വരും. ആൻഡ് ബൈ 0.24 into 4 നമുക്ക് ഏകദേശം 0.96, ഏകദേശം 1 അടുപ്പിച്ചു, ഏകദേശം 1 ഇല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് 1 ആകണമെങ്കിൽ എന്ത് ചെയ്യണം, കുറച്ചുകൂടി മൾട്ടിപ്ലൈ ചെയ്യണം. എന്ന് കഴിഞ്ഞാൽ ആൻസർ 48നേക്കാളും എന്തായിരിക്കും, കുറച്ചുകൂടി ഗ്രേറ്റർ ആയിരിക്കും, ഗ്രേറ്റർ ദാൻ 48 ആയിരിക്കും നമ്മുടെ ആൻസേഴ്സ്. സോ അപ്രോക്സിമേറ്റ്ലി ഒരു 49 പോയിന്റ് സംതിങ് ആയിരിക്കും നമുക്ക് ആൻസർ വരുന്നത്. നമ്മളവിടെ താഴെയും വാല്യൂസ് റൗണ്ട് ചെയ്ത് എടുത്തേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷനിലേക്ക് വരുമ്പോൾ ഓപ്ഷനിൽ ആൻസർ ചെയ്ത് വരും, ഓപ്ഷൻ ഡി എന്ന് വരും. നോക്കിയേ, അത്യാവശ്യം നല്ല റഫ് കാൽക്കുലേഷൻ ആണ് നമുക്ക് താഴെ വരുന്നത്. പക്ഷെ നമ്മൾ അതിനെ ഇങ്ങനെ എടുത്തുകൊണ്ട് മാത്രമാണ് കുറച്ചെങ്കിലും പെട്ടെന്ന് ആൻസർ വരുന്നത്. സോ ഇതേപോലത്തെ ക്വസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അത്യാവശ്യം നല്ല റഫ് കാൽക്കുലേഷൻ വരും എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് സോൾവ് ചെയ്യാതിരിക്കുക. നമ്മൾ ഈ ഒരു രീതിയിൽ റഫ് ആയിട്ട് മാത്രം അതിന്റെ കാൽക്കുലേഷൻസ് കൊണ്ടുപോകാൻ നോക്കുക. ആൻഡ് ഓപ്ഷൻസ് നല്ലപോലെ യൂസ് ചെയ്യുക നമ്മൾ ആൻസർ എടുക്കാൻ വേണ്ടി. ക്ലിയർ?